ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നിങ്ങൾക്കൊരു വെറൈറ്റി മൂവി സജസ്റ്റ് ചെയ്യാം. ബട്ട് സ്ഥിരമായിട്ട് ഇതുപോലത്തെ സജഷൻസ് കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മൂവിയിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2022 ഹൊറർ ത്രില്ലർ മൂവിയാണ്. മൂവിയുടെ പേര് ഫ്രഷ് എന്ന. ഹൊറർ എന്ന് പറയുമ്പോൾ പ്രേത സിനിമയൊന്നും അല്ല, മൊത്തത്തിലൊരു ഹൊറർ മൂഡിലാണ് അതിലെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഞെട്ടാം ഭാഗത്തിനും ഓർത്താലൊന്ന് പേടി തോന്നുന്ന രീതിയിലൊക്കെയാണ് അതിലെ തീംസും ഇൻസിഡൻസും ഒക്കെ. അവഞ്ചേഴ്സ് മൂവിയിലൊക്കെ ബക്കി ബാൻസ് ആയിട്ട് വന്നിട്ടുള്ള സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ് ഇതിലൊരു മെയിൻ റോൾ ചെയ്തേക്കുന്നത്. ഈ ഫിലിമിലെ മെയിൻ ലീഡ് ഒരു വളരെ ചാമിങ് ആയിട്ടുള്ള, കണ്ടാലും മിണ്ടിയാലും ആർക്കും ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്ന ടൈപ്പ് ആളാവേണ്ട. അത് ആ സ്റ്റോറിയുടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ അത്യാവശ്യമാണ്. അത് ആ പുള്ളി നല്ല പെർഫെക്റ്റ് ആയിട്ട് പോർട്രേ ചെയ്തിട്ടുമുണ്ട്. ബട്ട് ഇതൊരു ഹീറോയിൻ സെൻട്രിക് മൂവി കൂടെയാണ്. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന ഇതിലെ ഫീമെയിൽ ലീഡാണ്. ഹീറോയിൻ റോൾ ചെയ്തേക്കുന്ന ഡെയ്സി എഡ്ഗർ ജോൺസ് ആണ്. പുള്ളിക്കാരി ഒരു ബ്രിട്ടീഷ് ആക്ട്രസ്സാണ്. ചെയ്തേ വെച്ചിട്ട് ഏറ്റവും റീച്ച് കിട്ടിയ ഫിലിം ഇതാണെന്ന് തോന്നുന്നു. ഇതിലെന്തായാലും വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ, കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ കിടിലമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങളിപ്പോൾ റാൻഡം ആയിട്ടൊക്കെ ഒരാളെ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ട് ഡേറ്റിനൊക്കെ പോകാനുള്ള ചാൻസ് ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഫിലിം ഒന്ന് കണ്ടുവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള, പുതിയതായിട്ടിപ്പോൾ കാണുന്ന ആൾക്കാരോടൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നാനുള്ള ചാൻസും ഉണ്ട്. ആൻഡ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഈ ഫിലിം കണ്ടു തീർക്കാനുള്ള ഒരു മനക്കട്ടി ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. ഇപ്പോൾ ഓർഗൻ ട്രേഡിങ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് അങ്ങനത്തെ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് അതിൻ്റെ കുറച്ചുകൂടി ഒരു ഡാർക്കർ വേർഷനാണ്, അല്ലെങ്കിൽ ഒരു എക്സോട്ടിക് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രഷ് എന്ന് പറയുന്ന ഈ മൂവി ഒന്ന് കാണാൻ ശ്രമിക്കുക. ആൻഡ് കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പോഴേക്കും അടുത്ത ഫ്രഷ് സജഷൻ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.